ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ദൈവം ഇത് സമ്മാനമായി നൽകട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിബി വർഗീസ്. ഇന്നലെ നമ്മൾ പഠിച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ചത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനമായിരുന്നു. ദ ലെറ്റർ ഓഫ് സെയിന്റ് പോൾ ടു ദ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. അതിതായിരുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം 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 നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. എത്ര മനോഹരമായി ഉള്ളൊരു വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ഇന്ന് നാം മറ്റൊരു വചനം പഠിക്കുക, പുതിയൊരു വചനം. അത് പഴയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകം, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 9. അതിതാണ്: ശക്തനും ധീരനുമായിരിക്കുക. അത് എന്നോടും നിങ്ങളോടുമൊക്കെ നമ്മുടെ സങ്കടവേളകളിൽ, അസ്വസ്ഥത നിറഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനമാണ്. അത് ജോഷുവയോട് അന്ന് ദൈവം പറഞ്ഞെങ്കിലും അത് എന്നോടും നിങ്ങളോടും ഒക്കെ എല്ലാ ദിവസവും പറയുന്നൊരു വചനമാണ്. ഇങ്ങനെയാണ് പറയുക: ശക്തനും ധീരനുമായിരിക്കുകയും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. ഇതൊരു കൽപ്പനയാണ്, പറയുകയല്ല. ഞാൻ പറഞ്ഞിട്ടില്ലയോ എന്നല്ല, അതൊരു ഇറ്റ്സ് എ വേർഡ് ഓഫ് അതോറിറ്റി. അതാണ്, ഇറ്റ്സ് എ വേർഡ് ഓഫ് അതോറിറ്റി. ഒരു അധികാര ശ്രേണിയിൽ നിന്ന് നമ്മോട് പറയുന്നത് പോലെയാണ്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ. എന്നിട്ട് പറയുകയാണ്: നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതായത് ദൈവമായ കർത്താവ് ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കരം പിടിക്കും. ഇത് എത്ര ശക്തമായ ഒരു വാക്കാണ്. ജോഷുവയുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 9. Have I not commanded you? Be strong and of good courage. Be not frightened, neither be dismayed, for the Lord your God is with you wherever you go. അത്ര ശക്തമായ ഒരു വചനമാണ്. നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മെ താങ്ങുന്ന, നമ്മുടെ കരം പിടിക്കുന്ന ഒരു ശക്തനായ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടത് മറ്റൊന്നില്ല, ലോകത്തിലെ ഒന്നിനെയല്ല. നമ്മൾ നമ്മുടെ മക്കളെയല്ല, നമ്മുടെ മാതാപിതാക്കളെയല്ല, നമ്മുടെ ശത്രു എന്ന് നാം കരുതുന്നവരെയല്ല. അങ്ങനെ ഒരു ശത്രു നമുക്കില്ല. നമ്മുടെ ശത്രു സാത്താൻ മാത്രമാണ്. അവനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ശക്തനായവൻ നമ്മോട് കൂടെയുണ്ട്. അത് ദൈവമാണ്. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് പറയുകയാണ്: ശക്തനും ധീരനുമായിരിക്കുക. ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ്. ടേക്ക് കറേജ്. അത്ര കോൺഫിഡൻസ് തരുന്ന ഒരു വാക്ക് ഒരു ദൈവം പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ആശ്വാസവും ഒരു ഹാപ്പിനെസ്സും ഒരു സന്തോഷവും ഒക്കെ അത് അനുഭവിച്ചറിയണം. ഒരു ദിവസം അത് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ അതിനൊരു ആഗ്രഹം കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.